ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമുക്ക് ഈശോയുടെ കുരിശിനെക്കുറിച്ചും നമ്മളുടെ കുരിശിനെക്കുറിച്ചും ഈശോ തൻ്റെ കുരിശ് എങ്ങനെ എടുത്ത് ആ ശാപത്തെ മഹത്വീകരിച്ചുവെന്നും നമ്മളുടെ കുരിശുകൾ നമ്മൾ എങ്ങനെ എടുത്ത് ആ കുരിശിനെ നമ്മൾ മഹത്വീകരിക്കുന്നുവോ അതോ ശപിക്കുന്നുവോ എന്നതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. കൂദാശ അനുകരണങ്ങളിൽ ഒന്നായ വിശുദ്ധ കുരിശിൻ്റെ വഴിയിലെ ഗാഗുൽത്താമലയിൽ എന്ന ഗാനത്തിൽ നാം ഇപ്രകാരം പാടുന്നുണ്ട്: മരത്താലേ വന്ന പാപങ്ങൾ മരത്താലേ മായ്ക്കുവാനായി മരത്തിന്മേലാർത്ഥനായി തൂങ്ങി മരിക്കുന്നു ദൈവപുത്രൻ. ആ ഗാനത്തിൽ നാം ഇങ്ങനെ കേൾക്കുന്നു: മരത്താലേ വന്ന പാപങ്ങൾ മരത്താലേ മായ്ക്കുവാനായി മരത്തിന്മേൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ 3 ആണികളാൽ മരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: നമ്മുടെ ആദി മാതാപിതാക്കന്മാർ ആ മരത്തിന്മേൽ ഉള്ള പഴം പറിച്ചു നിന്ന് അനുസരണക്കേട് എന്ന പാപം ചെയ്തപ്പോൾ ദൈവമായ കർത്താവ് ഈ മരത്താലേ വന്ന പാപങ്ങൾ മരത്താലേ മായ്ക്കുവാനായിട്ട് ഈശോ ആ മരത്തിന്മേൽ തന്നെ ക്രൂശിക്കപ്പെടുകയാണ്. നമ്മുടെ ദൈവമായ കർത്താവ് അനുസരണത്തിൻ്റെ വൃക്ഷമായ ആ കുരിശു മരത്തെ എടുത്തുകൊണ്ട് മരണത്തിന് കീഴ്വഴങ്ങി അവിടുന്ന് നമ്മെല്ലാം പുനരുദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. റോമൻ ആരാധനാക്രമത്തിലെ ആഹ്ലാദ ഗീതത്തിൽ ഇങ്ങനെ നാം ആലപിക്കുന്നു: ഭാഗ്യകാരണമായ അപരാധമേ, മഹത്തായ ഒരു രക്ഷകനെ നീ ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്നുവല്ലോ എന്ന്. ഈ അപരാധത്തിലൂടെ രക്ഷകനായ കർത്താവിനെ നമുക്ക് നേടിത്തരികയാണ് ചെയ്തത്. മഹാനായ വിശുദ്ധ ലെയോ ഇപ്രകാരം പറയുന്നു: പിശാചിൻ്റെ അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ വളരെയേറെ ദൈവാനുഗ്രഹങ്ങൾ ക്രിസ്തുവിൻ്റെ അവാച്യമായ കൃപ നമുക്ക് നേടിത്തരികയാണ് ചെയ്തത്. ആദി പാപത്തിന് ശേഷവും മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യപ്രകൃതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമായൊന്നുമില്ല. തിന്മ സംഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ അതിൽ നിന്ന് മഹത്തരമായ നന്മ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ തോമസ് അക്വിനാസിലൂടെ കർത്താവ് പറയുകയാണ്: നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിന്മ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് സന്തോഷത്തോടെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മഹത്തരമായ ഒരു രക്ഷ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ഈശോ എങ്ങനെ കുരിശെടുത്തോ അതുപോലെ നമുക്കുള്ള കുരിശുകൾ നമുക്ക് സന്തോഷത്തോടെ എടുക്കാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 6-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. ഇവിടെ പറയാണ്, ആദ്യ പാപത്തിലൂടെ ശരീരത്തിൻ്റെ 3 ദുരാശകൾ അവരെ കീഴ്പ്പെടുത്തിയപ്പോൾ നമ്മുടെ കർത്താവ് ഈ മരത്തിന്മേൽ 3 ആണികളാൽ തറയ്ക്കപ്പെടുകയാണ് ചെയ്തത്. ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ ബ്രഹ്മചര്യം, അനുസരണം, ദാരിദ്ര്യം ഈ 3 പുണ്യങ്ങൾ എടുക്കുകയാണ്. ഇവിടെ ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും, അതുകൊണ്ട് സഭ ബ്രഹ്മചര്യം എന്ന വ്രതമെടുക്കുന്നു. കണ്ണിന് കൗതുകരവും, അതുകൊണ്ട് ദാരിദ്ര്യം എടുക്കുന്നു. അറിവേകാൻ കഴിയുന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അതുകൊണ്ട് സഭ അനുസരണം എടുത്ത് പരിപൂർണ വിധേയത്വം സ്വീകരിച്ച് 3 പുണ്യങ്ങൾ എടുക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ ആദി മാതാപിതാക്കന്മാർ ചെയ്ത ആ പാപത്തെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി തിരുസഭയിലൂടെ കർത്താവ് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനത്തിൽ ഈശോ തൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം മരുഭൂമിയിലെ പരീക്ഷയിൽ ഈ 3 തിന്മകളാണ് നമ്മുടെ കർത്താവിനെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചത്. അതുകൊണ്ട് നമുക്കും
വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കാം. ഈ ഒരു ജനറേഷനിൽ നമ്മുടെ ഇഷ്ടങ്ങൾ എപ്പോഴും സാധിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. ഈശോയെ പരിപൂർണമായിട്ട് ഫോളോ ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവാൻ ഈ കുരിശ് നമ്മളും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഈശോ തൻ്റെ കുരിശിനെ മഹത്വമുള്ളതാക്കിയെങ്കിൽ നമ്മുടെ കുരിശിനെ നമുക്കും മഹത്വമുള്ളതാക്കി തീർക്കാൻ പരിശ്രമിക്കാം. എന്തിനാണ് നമ്മുടെ ദൈവമായ കർത്താവ് ഈ കുരിശുമരം ചുമക്കാൻ ഇടയായത്? നാം ചെയ്ത പാപത്തിന്, നമ്മുടെ ആദിമാതാപിതാക്കന്മാരിലൂടെ ചെയ്ത പാപത്തിന് പരിഹാരമായി അവിടുന്ന് ഈ കുരിശ് ചുമക്കുവാൻ തയ്യാറാവുകയാണ്. ദൈവമായ കർത്താവ് തൻ്റെ സൃഷ്ടികർമ്മം നടത്തി ആദിമ പാപം വരുന്നതിന് മുമ്പ് ഈ പറുദീസായിലെ മെനു എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ആയിരുന്നു. അവിടെ ആരെയും ദ്രോഹിച്ചിരുന്നില്ല. അവിടെ ഒരു കൊലപാതകവും നടക്കപ്പെട്ടിരുന്നില്ല. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനം നാം വായിക്കുമ്പോൾ 6 മുതലുള്ള തിരുവചനത്തിൽ ചെന്നായും ആട്ടിൻകുട്ടിയും ഒരുമിച്ച് വസിക്കും, പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും, പശുവും കിടാവും ഒന്നിച്ചു മേയും, ഒരു ശിശു അവയെ നയിക്കും, പശുവും കരടിയും ഒരിടത്ത് മേയും, അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും, സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നുന്ന ഒരു കാലമായിരുന്നു. അതായത് അവിടെ പരസ്പരം ഐക്യത്തിലായിരുന്നു. ഈ ആദിമ പാപം വന്നു കഴിഞ്ഞപ്പോൾ പ്രപഞ്ചം താളം തെറ്റുകയാണ് ചെയ്യുന്നത്. ഒന്നൊന്നിനെ അംഗീകരിക്കാതെയായി പരസ്പരം കടിച്ചു ചീന്തുന്ന സ്വഭാവമുണ്ടായി. നമ്മിലേക്കൊന്ന് കടന്നു വരിക. നമ്മിൽ തന്നെയാണ് ഈ ചെന്നായും, നമ്മിൽ തന്നെയാണ് ഈ ആട്ടിൻകുട്ടിയും. ഇത് നമ്മുടെ സ്വഭാവത്തിൽ തന്നെയുണ്ട്. പുള്ളിപ്പുലി നമ്മിൽ തന്നെയുണ്ട്, കോലാട്ടിൻകുട്ടിയും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, സിംഹവും കാളയും നമ്മിൽ തന്നെയാണ്. അത് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ പറുദീസായിലേക്ക്, ആ കർത്താവിൻ്റെ വിശുദ്ധ ഗിരിയിലേക്ക് നാം വരികയാണെങ്കിൽ ദ്രോഹവും നാശവും ഉണ്ടാകുകയില്ല. അവിടുത്തെ മെനു സമാധാനമായിരിക്കും, പരസ്പര ഐക്യമായിരിക്കും, എല്ലാ ജീവജാലങ്ങളും ഒന്നിച്ചായിരിക്കും. പ്രപഞ്ചത്തിൻ്റെ സന്തുലനാവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ആ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ കർത്താവ് ആ സന്തുലനാവസ്ഥയിലേക്ക് ലോകത്തെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി അവിടുന്ന് കുരിശ് എടുക്കുവാൻ തയ്യാറാവുകയാണ് ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ അവർ ആ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ തങ്ങൾ നഗ്നരാണെന്ന് കണ്ട് അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചി ഉണ്ടാക്കി ധരിക്കുകയാണ് ചെയ്തത്. പാപം വന്നപ്പോൾ, അവരുടെ ആ വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ ആ തിന്മയുടെ വസ്ത്രം അവിടെ ധരിക്കുകയാണ്. വിശുദ്ധ കുരിശിലെ 10-ാം സ്ഥലത്ത് എന്തിനാണ് ഈശോയുടെ ആ രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടത്? ഇവിടെ ആദവും അവ്വായും ഉണ്ടാക്കിയ പാപത്തിൻ്റെ അരക്കച്ച ഈശോയിലൂടെ ഉരിഞ്ഞു മാറ്റുകയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ഇവിടെ പറയുന്നുണ്ട്, ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അപ്പം ദൈവമായ കർത്താവ് തന്നെ തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി. എങ്ങനെയാണ് ഈ തോലുണ്ടാകേണ്ടത്? അവിടെ ഒരു മൃഗത്തെ കൊല്ലണം, എങ്കിൽ മാത്രമേ ഈ തോല് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് അവിടുത്തെ വസ്ത്രങ്ങളാൽ നമ്മളെ അലങ്കൃതമാക്കുകയാണ് ചെയ്യുന്നത്. ഈശോയുടെ പീഡാസഹനത്തിലൂടെ നാം തൂവെള്ള വസ്ത്രം ധരിക്കുകയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 11 മുതൽ 17 വരെയുള്ള തിരുവചനത്തിൽ ആ വെള്ളപ്പൊക്കത്തിന് ശേഷം ദൈവമായ കർത്താവ് നോഹയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, സർവ്വജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘത്തിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കും.
ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വജീവജാലങ്ങളുമായി എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്താണ് ഈ മഴവില്ല്? സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ മഴവില്ല് കാണുമ്പോഴാണ് ദൈവമായ കർത്താവ് സകല ജീവജാലങ്ങളുമായി ചെയ്ത ഉടമ്പടി ഓർമ്മിപ്പിക്കുന്നത്. ആ മഴവില്ല് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കുരിശു മരണമാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ ആ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് വേണ്ടി പീഡ സഹിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 10-11 തിരുവചനത്തിൽ അന്ന് ജസ്സയുടെ പേര് ജനതകൾക്ക് ഒരു അടയാളമായി നിലകൊള്ളും. ഈ അടയാളം പോയിൻ്റ് ചെയ്യുന്നത്, ഈ മഴവില്ല് പോയിൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ആ ഈശോയുടെ പീഡാസഹനത്തെയാണ്, അവിടുത്തെ കുരിശു മരണത്തെയാണ്. നാം വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേലും കരുണയുണ്ടാകണമേ എന്ന്. ആ ഈശോയുടെ പീഡാസഹനം പിതാവായ ദൈവം ഓർക്കുമ്പോൾ സർവ്വജീവജാലങ്ങളുമായി ദൈവം ചെയ്ത ആ ഉടമ്പടി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കും ആ ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതൽ 22 വരെയുള്ള തിരുവചനത്തിൽ അന്ന് യാക്കോബ് ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. ആകാശത്തെയും ഭൂമിയെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണി. ഈ ഗോവണിയിലൂടെ ദൈവദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. എന്താണ് ഈ ഗോവണി? ഈശോയുടെ പീഡാസഹനവും അവിടുത്തെ കുരിശുമരണവുമാണ്. ഈ കുരിശിലൂടെയാണ് നമുക്ക് രക്ഷ കിട്ടിയത്. ഈ കുരിശിലൂടെയാണ് ആ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുന്നത്. നാം ഒരു ഗാനം ആലപിക്കുന്നുണ്ട്: കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലെ ലോകത്തെ മുഴുവൻ വീണ്ടെടുക്കുകയാണ്. ലോകം മുഴുവനുമായി കർത്താവ് ചെയ്ത ഉടമ്പടി ഓർക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ കർത്താവിൻ്റെ കുരിശു മരണം ഓർക്കുമ്പോൾ പിതാവായ ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം നമ്മളോട് ക്ഷമിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ ക്രൂശിതനെ നമുക്കും ആശ്ലേഷിക്കാം. ഈ കുരിശിനാൽ നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടട്ടെ. നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താതെ കുരിശുകൾ എടുത്തുകൊണ്ട്, സഹനങ്ങൾ എടുത്തുകൊണ്ട് ആ ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തിയാക്കാം. നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ കുരിശുകൾ നമുക്ക് വെറുക്കപ്പെട്ടതാണ്, ശപിക്കപ്പെട്ടതാണ്. നാം കാണുന്നു ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പഴയ നിയമത്തിൽ നാശത്തിൻ്റെ അടയാളമായിരുന്ന ആ കുരിശിനെ ദൈവം തൻ്റെ സഹനത്തിലൂടെ മഹത്വപൂർണ്ണമാക്കി ആ തിരുവെഴുത്ത് കർത്താവ് മാറ്റിക്കുറിക്കുകയാണ് ചെയ്യുന്നത്. ഈ നാശത്തിൻ്റെ അടയാളത്തെ കർത്താവ് എങ്ങനെയാണ് മഹത്വപൂർണ്ണമാക്കിയത്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിൽ തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷണമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. നമ്മുടെ കർത്താവിനെ ആ പീഡാസഹനവേളയിൽ നോക്കിയവരെല്ലാം മുഖം തിരിച്ചു കളഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാത്താനും അവൻ്റെ അനുയായങ്ങളും കൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഈശോയെ കുരിശിൽ തറച്ച് ഇല്ലായ്മ ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ കർത്താവ്
അവിടുത്തെ പീഡാസഹനത്തിലൂടെ അവിടുത്തെ മഹത്വപ്പെടുത്തി ഈ കുരിശിനെ മഹത്വപൂർണ്ണമാക്കി. അതുകൊണ്ട് സാത്താൻ ഈ കുരിശിനെ കാണുമ്പോൾ ഭയന്ന് വിറയ്ക്കുകയാണ്. സാത്താൻ ഏറ്റവും ഭയപ്പെടുന്നത് ഈശോയുടെ കുരിശിനെയാണ്. അതുകൊണ്ട് ഈ കുരിശിനെ നമുക്കും വഹിക്കാം. നമ്മെ സംബന്ധിച്ച് നാം ഈശോയുടെ കുരിശിനെ സ്നേഹിക്കും, അവിടുത്തെ ആശ്ലേഷിക്കും. ആ കുരിശ് വഹിക്കാൻ നാം എപ്പോഴും തയ്യാറാകും. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ കുരിശിനെ നമുക്ക് എടുക്കുവാനോ ആശ്ലേഷിക്കുവാനോ കഴിയില്ല. നാം എപ്പോഴും അതിനെക്കുറിച്ച് പഴി പറഞ്ഞിരിക്കും, എപ്പോഴും അതിനെ ശപിച്ചുകൊണ്ടിരിക്കും. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാതെ വരുന്നു. നാം ആഗ്രഹിക്കുന്ന കുരിശായിരിക്കുകയില്ല കർത്താവ് നമുക്ക് തരുന്നത്. ഒരുപക്ഷെ മദ്യപാനിയായ, പല പല രോഗത്തിന് അടിമകളായ, തഴക്കദോഷങ്ങൾക്ക് അടിമകളായ നമ്മുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ആയിരിക്കാം. ഒരുപക്ഷെ തീരാ രോഗങ്ങളായിരിക്കാം നമ്മുടെ കുരിശുകൾ. ഒരുപക്ഷെ മാനസികമായ അനേക വേദനകളായിരിക്കാം, ആത്മീയ പീഡകളായിരിക്കാം. ഇങ്ങനെ ഓരോ തരത്തിലും ഓരോ വ്യക്തികൾക്കും ഓരോ തരമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കുരിശുകൾ ആയിരിക്കുകയില്ല കർത്താവ് തരുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും നമ്മുടെ കുരിശുകൾ. ഈ കുരിശുകൾ നമ്മൾ സന്തോഷത്തോടെ എടുത്ത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് നമ്മൾ സഹിക്കുമ്പോഴാണ് അത് മഹത്വപൂർണ്ണമാകുന്നത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആ കുരിശുകൾ നമ്മളിൽ നിന്ന് അകന്നു പോയി കാണില്ല. ഇതാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്തോസ് 12 7-10 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നത്. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അത്യധികം ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടി അവിടുന്ന് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് അകന്നു പോകുവാൻ ഞാൻ കർത്താവിനോട് പലതവണ അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നതെന്ന്. നമ്മുടെ ജീവിതത്തിൽ ചില വേദനകൾ, ചില സഹനങ്ങൾ, ചില കുരിശുകൾ നമ്മളിൽ നിന്ന് നാം പ്രാർത്ഥിച്ചിട്ടും നമ്മളിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ അത് കർത്താവ് അനുവദിച്ചിട്ടാണ്. ഇവിടെ പൗലോസ്ലീഹയോട് പറയണ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം കർത്താവിനോട് അപേക്ഷിക്കുക, കർത്താവേ എനിക്ക് നിൻ്റെ കൃപ മാത്രം മതിയെന്ന്. 2 കൊരിന്തോസ് 12 9 കർത്താവ് ഈ കുരിശുകൾ നമുക്ക് അനുവദിച്ച് തരുമ്പോൾ അവിടുന്ന് നമ്മളോട് ഒരു വാഗ്ദാനവും കൂടി തരുന്നുണ്ട്. 1 കൊരിന്തോസ് 10 13 മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. എന്തെന്നാൽ ദൈവം വിശ്വസ്തനാണ്. എന്നിട്ട് പറയാണ്, പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ശക്തി കൂടി അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അപ്പുറമായിരിക്കും. അപ്പോൾ കർത്താവ് നമുക്ക് ഒരു വാഗ്ദാനവും കൂടി തരുന്നുണ്ട്. അത് സഹിക്കുവാനുള്ള കൃപയും കൂടി കർത്താവ് നമുക്ക് തരും. അതുകൊണ്ട് നമുക്ക് കിട്ടിയ കുരിശിനെ, നമുക്ക് ലഭിക്കുന്ന സഹനങ്ങളെ നമുക്ക് സന്തോഷത്തോടെ എടുത്ത് അത് നമുക്ക് മഹത്വപൂർണ്ണമാക്കി തീർക്കാം. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ കുരിശുകൾ മഹത്വപൂർണ്ണമാക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 15 22 മുതൽ 27 വരെയുള്ള തിരുവചനത്തിൽ അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്തു കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവന് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അവിടെ വെച്ച് അവിടുന്ന് അവർക്ക് ഒരു നിയമം നൽകി. നമ്മളുടെയും ജീവിതത്തിൽ കയ്പുള്ള സഹനങ്ങൾ വരുമ്പോൾ അത് എടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ ഇവർ വെള്ളം കണ്ടെങ്കിലും ആ വെള്ളത്തിന് കയ്പുള്ളത് കൊണ്ട് അതവർക്ക് കുടിക്കാൻ സാധിച്ചില്ല. അപ്പം മോശ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു തടിക്കഷ്ണം ലഭിച്ചു. ഈ തടിക്കഷ്ണം എന്താണ്? ഈശോയുടെ കുരിശാണ്. ഈ ഈശോയുടെ കുരിശ് നമ്മൾ ആ വെള്ളത്തിലേക്ക് ആ തടിക്കഷ്ണം ഇട്ടപ്പോൾ അത് മധുരകരമായി തീർന്നു. ഇതുപോലെ ഈശോയോട് ചേർന്നാൽ നമ്മുടെ സഹനങ്ങൾ വളരെ സന്തോഷമായിരിക്കും, ഏറ്റവും മധുരമായിരിക്കും. അതുകൊണ്ടൊക്കെയാണ്
വിശുദ്ധ കൊച്ചുത്രസ്യ പുണ്യവിധി ഒരു ദിവസം ഒരു സഹനം കിട്ടിയില്ലെങ്കിൽ കർത്താവിനോട് ഒരു ഗാനത്തിലൂടെ പാടുമായിരുന്നു, കെറുവാണോ ഈശോയ്ക്ക് എന്നോട് കെറുവാണോ, ഇന്നേ ദിവസം എനിക്ക് സഹനങ്ങളൊന്നും തന്നില്ലേ എന്ന്. കാരണം ഈ സഹനങ്ങളൊക്കെ അവർ ഏറ്റവും മധുരകരമായി എടുത്തിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നാം പിറുപിറുക്കുന്നവരാണോ? ഈശോയോട് നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം സഹനങ്ങളില്ലെങ്കിൽ നമ്മൾ ചോദിക്കുമോ, കർത്താവേ ഇന്നെനിക്കൊന്നുമില്ലേ എന്ന് നമ്മൾ ചോദിക്കുമോ? ഇല്ല. നമുക്ക് ഒരു ദിവസം സഹനങ്ങളില്ലെങ്കിൽ അത്രമാത്രം സന്തോഷമാണ്. അപ്പം നാം കുരിശിൻ്റെ വഴിയിലെ അവസാനത്തെ ഒരു പ്രാർത്ഥനയാണ്. അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവായ ദൈവത്തെ പ്രസാദിക്കുവാൻ ഈശോയുടെ പീഡകൾ ധാരാളം മതിയല്ലോ. അപ്പം നമ്മുടെയും ജീവിതത്തിൽ ഈശോയെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമുക്ക് പീഡകൾ ഉണ്ടാകണം. കാരണം സാത്താൻ ഏറ്റവും ഭയപ്പെടുന്നത്, ഏറ്റവും വെറുക്കുന്നത് സഹനത്തെയാണ്. ആ സഹനത്തിന് മുമ്പിൽ, പീഡകളുടെ മുമ്പിൽ, അപമാനത്തിന് മുമ്പിൽ അവൻ നിൽക്കുകയില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കുരിശിനെ ആ ഈശോയുടെ കുരിശും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഏറ്റവും മധുരകരമായി തീരും. നാം ഒരു പാട്ട് കേൾക്കാറുണ്ട്, മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകൾ എൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ ആ വേദനയ്ക്കൊരു പേര് നൽകി, അതിൻ പേരല്ലോ സഹനം. എന്താണ്? ഈശോ മുൾമുടി അണിഞ്ഞുകൊണ്ട് നമ്മുടെ മുഖത്തേക്ക് ഒരു മുത്തം നൽകിയാൽ എങ്ങനെ ഇരിക്കും? സുഖമായിരിക്കുമോ? പക്ഷേ ഈശോ ഉണ്ടെങ്കിൽ നമുക്ക് സഹനങ്ങൾ ഖരമായിരിക്കും. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-12 തിരുവചനത്തിൽ ഈശോ മലയിലെ പ്രസംഗത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. മനുഷ്യനെല്ലാം നിങ്ങളെ നിന്ദിക്കുകയും വ്യാജമായി പീഡിപ്പിക്കുകയും നിങ്ങൾക്കെതിരെ അപവാദം പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കരയാനാണ് ഈശോ പറയുന്നത്. അല്ല, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നമ്മളുടെ അവകാശമാണ് ഈ പീഡകൾ, നമുക്ക് വേണ്ടതാണ്. ഈ പീഡനവും സഹനവും ഇല്ലെങ്കിൽ നമ്മൾ ഈശോയിലല്ല. ദൈവരാജ്യത്തിലെ ആയുധം എന്താണ്? സാത്താനെ തകർക്കാനുള്ള ആയുധം എന്താണ്? അതാണ് വിശുദ്ധ പത്രോസ്ലീഹ 1 പത്രോസ് 4-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നത്, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. അപ്പം നമ്മൾ ഈ ശരീരത്തിൽ ഓരോ പീഡകൾ സഹിക്കുമ്പോൾ പാപത്തോട് വിട വാങ്ങുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ആത്മീയ സമരത്തിൽ നമ്മുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടണമെങ്കിൽ ലൗകിക മനുഷ്യനെ സംബന്ധിച്ച് എന്താണ്? മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന തോക്കാണ്, അല്ലെങ്കിൽ വാക്കത്തിയാകാം. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ബോംബുകളാകാം. ഓരോ സംഭവങ്ങളുണ്ട്. ഈ പുതിയ ജനറേഷനിൽ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി അനേക ആയുധങ്ങൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടുമുണ്ട്. പക്ഷേ ഈശോ ഇവിടെ പറയാണ്, നമ്മുടെ ആയുധം എന്താണ്? എങ്ങനെയാണ് നമ്മളത് മൂർച്ച കൂട്ടേണ്ടത്? ഓരോ സഹനങ്ങൾ വരുമ്പോൾ ഈ സഹനങ്ങൾ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് എടുത്താൽ, കർത്താവിൻ്റെ കുരിശും കൂടി ഇട്ടാലോ അത് മധുരമായി തീരും. ഒരു ദിവസം നമുക്ക് വേദനകളൊന്നുമില്ലെങ്കിൽ നമുക്ക് വിഷമമായിരിക്കും. കാരണം ദൈവരാജ്യത്തിൽ നമ്മൾ ആയിരിക്കുന്നു എന്നതിൻ്റെ തെളിവെന്താണ്? അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്തോസ് 6-ാം അധ്യായം 4-10 വരെയുള്ള വചനത്തിൽ ഒരു അപ്പസ്തോലൻ്റെ സഹനത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെ പറയുന്നത്, വലിയ സഹനത്തിൽ, ചെറിയ സഹനമാണോ? അല്ല, വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, പീഡനങ്ങളിൽ, മർദ്ദനത്തിൽ, കാരാഗ്രഹത്തിൽ, ഇങ്ങനെ 24 സഹനത്തെക്കുറിച്ച് പറയുകയാണ്. ഇവിടെയെല്ലാം നമ്മൾ ക്രിസ്തുവിനെ പ്രതി നമ്മൾ ഓരോരുത്തരും സന്തുഷ്ടരായിട്ട് സന്തോഷവാന്മാരായിട്ട് മാറണം. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കുരിശുകളെ നമുക്ക് സന്തോഷപൂർവ്വം നമുക്കെടുക്കാം. ദൈവമായ കർത്താവ് വിശുദ്ധ പത്രോസ്ലീഹായിലൂടെ നമുക്ക് വലിയ ഒരു ഉപദേശം തരികയാണ്. എങ്ങനെ നാം സഹനങ്ങൾ, കുരിശുകൾ എടുക്കണമെന്ന് 1 പത്രോസ് 2-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനത്തിൽ, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാവും. ഇവിടെ പറയാണ്, നമുക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും പീഡനങ്ങളുമെല്ലാം അന്യായമായിരിക്കണം.
അവ നമ്മൾ എങ്ങനെ എടുക്കണം? ദൈവചിന്തയോടെ എടുത്ത് ആ സഹനത്തിൽ, കുരിശിൽ എല്ലാം നമുക്ക് വേദനകൾ ഉണ്ടാകണം. ഇവിടെ അന്യായമായിരിക്കണം. പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ എടുക്കണം. നമ്മൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് ഓരോ അനുഗ്രഹ കാരണം. അപ്പം നമ്മുടെ കുരിശിനെ എങ്ങനെയാണ് നമ്മൾ മഹത്വപൂർണ്ണമാക്കുന്നത്? നമുക്കുണ്ടാകുന്ന അന്യായമായിരിക്കണം. അവിടെ ദൈവചിന്തയോടെ നമ്മൾ എടുക്കണം. നമുക്കവിടെ വേദനകൾ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ കുരിശുകളെ നമുക്ക് മഹത്വപൂർണ്ണമാക്കാൻ പറ്റുന്നത്. ഇവിടെ ഈശോ പറയുന്നുണ്ട്, തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്? നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ എന്തിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടാനാണോ? അല്ല. നന്മ ചെയ്തിട്ട് പീഡകൾ സഹിച്ചാൽ പറയാണ് അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു മാതൃക നൽകുകയും ചെയ്തിട്ടുണ്ട്. അവൻ പാപം ചെയ്തിട്ടില്ല, പിന്നെയോ അവൻ്റെ അധരങ്ങളിൽ നിന്ന് വഞ്ചന കാണപ്പെട്ടതില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തുകയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളും എന്താണ് ചെയ്യേണ്ടത്? നീതിയോടെ വിധിക്കുന്ന ദൈവത്തിന് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കുക. ഈശോ ആ കുരിശിൻ്റെ വഴിയിൽ ഒരു സ്ഥലം ഈശോ കുരിശ് ചുമന്നില്ല, 5-ാം സ്ഥലം എന്തിനു വേണ്ടിയാണ്? ആ ശിമയോൻ ഈശോയെ സഹായിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ആ ഒരു വഴി, ഒരു സ്ഥലം നമുക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുകയാണ്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ പറയുന്നത്, സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുന്നു എന്ന്. അപ്പം ആ ഈശോ കുരിശിൻ്റെ വഴിയിൽ ഈശോയ്ക്ക് വേണമെങ്കിൽ ആ ഒരു സ്ഥലം കൂടി എടുക്കാമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് എടുത്തില്ല. നമുക്ക് വേണ്ടി അവിടുന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ കുരിശുകൾ നമ്മൾ എടുക്കുമ്പോൾ ആ ഈശോ 11 സ്ഥലം എടുത്തെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലം സന്തോഷത്തോടെ എടുത്തുകൊണ്ട്, നമ്മുടെ സഹനങ്ങൾ വളരെ കുറച്ച് സഹനമേ ഉള്ളൂ. ആദ്യ സ്റ്റേജിൽ നമുക്ക് ഈ സഹനങ്ങൾ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നീട് ഇത് സന്തോഷകരമായിട്ട് നമുക്ക് മാറും. നമ്മൾ ഓരോ സഹനം കിട്ടുമ്പോൾ ആഹ്ലാദിച്ചാനന്ദിക്കും. അവിടെ സ്വർഗം തുറക്കപ്പെടുകയാണ്. പൈശാചിക ശക്തികൾ തകരുകയാണ് സഹനത്തിന് മുമ്പിൽ. നമ്മുടെ പാഠപുസ്തകം എന്താണ്? 1 കൊരിന്തോസ് 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചുവെന്ന്. അപ്പം നമ്മൾ മറ്റൊന്നിനെയും നോക്കണ്ട. നമ്മുടെ ഭവനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മുറിയിൽ ഒരു കുരിശ് രൂപം വെച്ചിട്ട് ആ കുരിശ് രൂപത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അവിടെ നമ്മുടെ എല്ലാ സഹനത്തിനും എല്ലാ ചോദ്യത്തിനും ഉത്തരമുണ്ട്. നമുക്ക് മുമ്പേ കടന്നുപോയ എല്ലാ വിശുദ്ധരുടെയും പാഠപുസ്തകം എന്തായിരുന്നു? ആ ക്രൂശായിരുന്നു. ആ ക്രൂശിതനെ നോക്കിയാണ് അവരെല്ലാം സഹിച്ചതും അവരും മഹത്വീകരിക്കപ്പെട്ടത്. എന്നാൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിൽ അവിടത്തേക്ക് നോക്കുവാൻ ഈ കുരിശില്ലായിരുന്നു. മാതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോരുമ്പോൾ ആ മംഗളവാർത്ത സ്വീകരിച്ച ആ നിമിഷം മുതൽ അവിടുത്തെ ഹൃദയത്തിൽ അനേക കുരിശുകൾ അവിടുന്ന് സ്വീകരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് വിശുദ്ധ യൗസേപ്പ് മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ മാതാവിൻ്റെ ഹൃദയത്തിലൂടെ വലിയൊരു വേദന കടന്നു പോവുകയാണ്. പിന്നീട് അവർ ബെത്ലഹേമിൽ ഈശോയെ പ്രസവിക്കാൻ വേണ്ടി സ്ഥലം അന്വേഷിച്ചു. പാതിരായ്ക്ക് ഓരോ വീടുകൾ മുട്ടിയപ്പോഴും ചിന്തിക്കുക, അവർ രണ്ടുപേരും വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യാമറിയവും പരിപൂർണ മനുഷ്യരായിരുന്നു. അവർ ചിന്തിക്കും, ഇത് ദൈവപുത്രനാണോ ഈ ഉള്ളിൽ കിടന്നത്? ഒരുപക്ഷെ ആരാണേലും ചിന്തിച്ചു പോയേക്കാം, ദൈവപുത്രനാണോ ഇത്? കാരണം ദൈവപുത്രന് ജനിക്കാൻ സ്ഥലമില്ല. എങ്കിലും അവരൊന്നും ദൈവത്തോട് ഉരയാടിയില്ല. അവരൊരു കാര്യം മാത്രം ചെയ്തു. ലൂക്കായുടെ സുവിശേഷം
1-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് പരിശുദ്ധ കന്യാമറിയം വിശ്വസിച്ചതുകൊണ്ട്, അവൾ അത് അനുസ്മരിച്ചതുകൊണ്ട് സകല തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കാൻ ഇടയായി. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ, കുരിശുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് ദൈവത്തിൽ നിന്നാണോ? ദൈവമേ, ഇതെൻ്റെ തെറ്റുകൾ മൂലമാണോ സംഭവിക്കുന്നത് എന്ന് നാം കണ്ടു. ഒരു തിന്മ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മഹത്തായ രക്ഷയെ ദൈവത്തിന് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. എല്ലാ പാപങ്ങളും ചെയ്ത ശേഷം മോനിക്കായെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിന്മയായിരുന്നു അഗസ്തീനോസ്. പക്ഷേ മോനിക്കായുടെ പ്രാർത്ഥന ഈ അഗസ്തീനോസിനിലൂടെ വലിയൊരു നന്മ, ഒരു സഭാപിതാവായി അനേക ആത്മീയ രഹസ്യങ്ങൾ സഭയ്ക്ക് നൽകി. അതാണ് റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 20-21 തിരുവചനത്തിൽ പാപത്തിൻ്റെ മുകളിലാണ് കൃപ. സെബസ്ത്യാനോസിൻ്റെ ജീവിതത്തിലൂടെ നാം കടന്നു വരുമ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ആ അമ്പുകളെ, അന്ന് കൊല്ലാൻ ഉപയോഗിച്ച മാരക അമ്പിനെ ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസ് അതിനെ തിരുശേഷിപ്പായി മാറ്റിയെങ്കിൽ വിശുദ്ധ അൽഫോൻസാമ തനിക്ക് ലഭിച്ച രോഗപീഠകൾ ദൈവസ്നേഹത്തെ പ്രതി സഹിച്ച് നാം കണ്ടു. ആ കുരിശിനോട് വെച്ച് സഹിച്ചു കഴിഞ്ഞപ്പോൾ അത് മധുരമായി ഇന്ന് വിശുദ്ധ അൽഫോൻസാമ രോഗികളുടെ മധ്യസ്ഥയായി ആ വിശുദ്ധയിലൂടെ എത്രയോ രോഗസൗഖ്യങ്ങൾ നടക്കുന്നു. വിശുദ്ധ റീറ്റ പുണ്യതയുടെ ജീവിതത്തിലേക്ക് കടന്നു പോരുമ്പോൾ നെറ്റിയിൽ കർത്താവിൻ്റെ ഒരു മുറിവിൽ ലഭിച്ചു. പക്ഷേ ആ കോൺവെൻറ്റിൽ നിന്ന് അനേകം സഹിക്കേണ്ടി വന്നു. എല്ലാവരും വെറുത്തു. കാരണം മുറിവിൽ നിന്ന് ദുർഗന്ധമായിരുന്നു വരുന്നത്. ആ സമയത്ത് എല്ലാവരും പറഞ്ഞു, ഈശോയുടെ തിരുമുറിവാണ് ഇവൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് നല്ല പരിമളം വരുമായിരുന്നെന്ന്. പക്ഷേ ദുർഗന്ധം വമിച്ചപ്പോൾ ആ റീറ്റ പുണ്യവതി തന്നെ ഒരു പക്ഷേ ചിന്തിച്ച് കാണും, ഇത് തിരുമുറിവാണോ എന്ന്. പലർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥകൾ. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ തിരുമുറിവിൽ നിന്ന് സുഗന്ധം ഉണ്ടായത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ സഹനങ്ങൾ നമുക്ക് കൈപ്പേറിയതാണ്, നമ്മുടെ കുരിശുകൾ നമുക്കെടുക്കാൻ പ്രയാസമുള്ളതാണ്. പക്ഷേ ഈശോയോട് ചേർത്ത് നമ്മളെടുത്താലോ അത് വളരെ സന്തോഷപൂർവ്വം നമുക്കെടുക്കാൻ പറ്റും, പരാതിയില്ലാതെ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും. ഈ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കുമ്പോഴാണ് അനേക കൃപകൾ നമുക്ക് ലഭിക്കുന്നത്. ആ ഈശോയെ കുരിശിൽ കിടത്തി എല്ലാ സഹനത്തിലൂടെ കടന്നു പോയപ്പോഴും അവിടുത്തെ ഹൃദയത്തിൽ കുത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 31 മുതൽ 37 വരെയുള്ള തിരുവചനത്തിൽ ആ ഈശോ കുരിശിൽ കിടന്ന് അവിടുത്തെ പാർശ്വം പിളർക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 18 മുതലുള്ള തിരുവചനത്തിൽ ദൈവമായ കർത്താവ് പർദീസായിൽ ആദത്തെ കിടത്തുറക്കി അഗാഢ നിദ്രയിൽ അവൻ്റെ അസ്ഥിയിൽ നിന്ന് ഹവ്വയ്ക്ക് രൂപം നൽകിയതുപോലെ നമ്മുടെ കർത്താവിൻ്റെ ആ കുരിശിൽ അവിടുത്തെ ഹൃദയത്തിൽ കുത്തിയപ്പോൾ അതിൽ നിന്നാണ് അവിടുത്തെ മണവാട്ടിയായ തിരുസഭ, വിശുദ്ധ കത്തോലിക്ക സഭ ജനിച്ചത്. ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്, ഇന്ന് കത്തോലിക്ക സഭ നമ്മുടെ ഓരോരുത്തരുടെയും പാപം നിമിത്തം അവൾ പ്രായമുള്ള തൊലിച്ചുളുങ്ങിയ ഒരു ലേഡിയായിട്ട് മാറുകയാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ കർത്താവ് യുവാവാണ്. ഈ മണവാട്ടിയായ തിരുസഭയെ ആ യുവാവ് സ്വീകരിക്കണമെങ്കിൽ അവളുടെ യുവത്വം വീണ്ടെടുക്കണം. അപ്പം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സഹനങ്ങൾ ആ കത്തോലിക്ക സഭയോട് ചേർത്ത് നമ്മളുടെ എല്ലാം കുറവ് മൂലം തിരുസഭയ്ക്ക് വന്ന ആ പ്രായാധിക്യം കുറച്ചുകൊണ്ട് ആ യുവത്വത്തിലേക്ക് നമുക്കും തിരുസഭയെ ക്ഷണിക്കാം. നമ്മളുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണം വഴി
എഫെസസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിൽ 26 മുതലുള്ള തിരുവചനത്തിൽ അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവുകളോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായി ഇരിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പം കറവോ ചുളിവുകളോ ഒന്നും കൂടാതെ മഹത്വപൂർണയായി തിരുസഭയെ കാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണത്തിലൂടെയാണ്. ഈ മണവാളൻ കുരിശെടുത്താണ് തിരുസഭയ്ക്ക് ജന്മം നൽകിയെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കുരിശുകൾ എടുത്തുകൊണ്ട് തിരുസഭയെ വിശുദ്ധീകരിക്കാം. നമുക്കും പ്രാർത്ഥിക്കാം, പരിശുദ്ധ കന്യാമറിയമേ, ഈശോയുടെ ആ തിരുമുറിവുകൾ എൻ്റെയും ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന്. പതിപ്പിച്ചുറപ്പിച്ചിരിക്കുന്ന തിരുമുറിവുകളിലൂടെ അനേകരുടെ മുറിവ് ഉണക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കുരിശുകൾ ഈശോയുടെ കുരിശിനോട് ചേർത്ത് സന്തോഷത്തോടെ എടുത്ത് പിതാവായ ദൈവത്തെ പ്രസാദിപ്പിച്ചത് ഈശോയുടെ പീഡകളാണെങ്കിൽ പുത്രനായ ഈശോയെ പ്രസാദിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പീഡകൾ സന്തോഷത്തോടെ എടുക്കുന്നതിലൂടെയാണ്. അപ്പോൾ നമുക്ക് സന്തോഷത്തോടെ എടുക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തെ പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.